നമസ്കാരം. 140 മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. വർക്കലയിൽ ഓപ്പറേഷൻ തൂഫാൻ, മിന്നൽ പരിശോധനയിൽ 4 പേർ അറസ്റ്റിൽ. ശബരിമല സ്വർണ്ണക്കള്ള കേസ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത് SIT. ചമ്പക്കുളം മൂലം വള്ളംകളി അവധി വിവാദം, മുഖ്യമന്ത്രി VD സതീശനെതിരെ പ്രതിഷേധം ശക്തം. മാസപ്പടി കേസ് ടി വീണയേക്കാൾ കൂടുതൽ പങ്കാളിത്തമുള്ള മറ്റാരോ ഉണ്ടെന്ന് ED സൂചന. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 22 ബാറുകൾക്ക് ലൈസൻസ്, ഫയൽ നീക്കത്തിന് അന്വേഷണത്തിന് UDF. വാർത്തകൾ വിശദമായി. വർക്കലയിൽ ഓപ്പറേഷൻ തൂഫാൻ, മിന്നൽ പരിശോധനയിൽ 4 പേർ അറസ്റ്റിൽ. ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉപയോഗവും തടയുന്നതിനായി പോലീസ് നടത്തുന്ന പ്രത്യേക ഡ്രൈവായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വർക്കല ക്ലിഫിലും അയിരൂരിലും മിന്നൽ പരിശോധന നടത്തി. ശനിയാഴ്ച പുലർച്ചെ 5 മണി മുതൽ പ്രമുഖ ടൂറിസം കേന്ദ്രമായ വർക്കല ക്ലിഫിലും സമീപ പ്രദേശങ്ങളിലും ആരംഭിച്ച പരിശോധനയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സെൽവൻ, റിജു, ഷറഫുദ്ദീൻ, സന്തോഷ് കുമാർ എന്നീ 4 പേരെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും അയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധന നടന്നത്. ചാവടിമുക്ക്, കോവൂർ എന്നീ പ്രദേശങ്ങളിലെ കടകളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായും ഈ മേഖലകളിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത SIT. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ADGP വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ആസ്ഥാനത്ത് വെച്ച് വീണ്ടും ചോദ്യം ചെയ്തു. തിങ്കളാഴ്ച അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ നടത്തിയ ഈ ചോദ്യം ചെയ്യൽ 8 മണിക്കൂറോളം നീണ്ടുനിന്നു. 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ 2025 ദ്വാരപാലക പാളികൾ ചട്ടങ്ങൾ മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. സ്വർണത്തിന്റെ നിറം മങ്ങിയിട്ടും ദേവസ്വം ബോർഡ് അന്വേഷണത്തിന് തയ്യാറായില്ലെന്നും വാറന്റിയുണ്ടെന്ന പേരിൽ പാളികൾ കൈമാറിയതിൽ വൻ ദുരൂഹതയുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കം 9 പേരെ പ്രതികളാക്കി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുവാനും കേസ് കൊല്ലം വിജിലൻസ് കോടതിക്ക് കൈമാറുവാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. ചമ്പക്കുളം മൂലം വള്ളംകളി അവധി വിവാദം, മുഖ്യമന്ത്രി VD സതീശനെതിരെ പ്രതിഷേധം ശക്തം. ചമ്പക്കുളം മൂലം വള്ളംകളി ദിവസത്തിൽ കുട്ടനാട്ടിൽ പ്രാദേശിക അവധി പ്രഖ്യാപിക്കാത്തതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനെതിരെ വൻ പ്രതിഷേധവുമായി ജലോത്സവ പ്രേമികൾ രംഗത്ത്. അവധി നൽകുന്നതിനെ പരിഹസിച്ച മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്നാണ് മൂലം ജലോത്സവം ഫാൻസ് ആവശ്യപ്പെടുന്നത്. നിയമസഭയിൽ കുട്ടനാട് MLA റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷന് അനുകൂലമായി മറുപടി നൽകിയ ശേഷം മൈക്ക് ഓഫ് ആണെന്ന് കരുതി അവധി നൽകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് വിവാദത്തിന് കാരണമായത്. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച ഫാൻസ് ക്ലബ് ഭാരവാഹികൾക്ക് പിന്നാലെ ഇന്ന് DYFI തകഴി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളം തുഴഞ്ഞ് പ്രതിഷേധിക്കും. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാസപ്പടി കേസ് ടി വീണയേക്കാൾ കൂടുതൽ പങ്കാളിത്തമുള്ള മറ്റാരോ ഉണ്ടെന്ന് ED സൂചന. TMRL-ലുമായുള്ള വിവാദ സാമ്പത്തിക ഇടപാടിൽ ടി വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള മറ്റൊരാൾ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർണായക സൂചന ലഭിച്ചു. ചോദ്യം ചെയ്യലിൽ EDയുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എക്സാലോജിക് നൽകിയ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ പോലും അറിയില്ലെന്നാണ് വീണയുടെ നിലപാട്. സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും EDയും കണ്ടെത്തിയ രേഖകൾ നിരത്തി വ്യാഴാഴ്ച നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അന്വേഷണ സംഘത്തിന് പുതിയ വിവരങ്ങൾ ലഭിച്ചത്. ടി വീണ പ്രതിസ്ഥാനത്ത് തുടരുമെങ്കിലും അറസ്റ്റ് ഒഴിവാക്കി PMLA പ്രത്യേക കോടതിയിൽ നേരിട്ട് കുറ്റപത്രം സമർപ്പിക്കാനാണ് നിലവിൽ ED ആലോചിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 22 ബാറുകൾക്ക് ലൈസൻസ്, ഫയൽ നീക്കത്തിന് അന്വേഷണത്തിന് UDF. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള 2 മാസത്തിനുള്ളിൽ LDF സർക്കാർ സംസ്ഥാനത്ത് 22 പുതിയ ബാറുകൾക്ക് അതിവേഗം അനുമതി നൽകിയതായി രേഖകൾ. ജനുവരിയിൽ 9, ഫെബ്രുവരിയിൽ 3, മാർച്ചിന് 10 ബാറുകൾക്കാണ് ലൈസൻസ് അനുവദിച്ചത്. ബാർ ഉടമകൾക്ക് അനുകൂലമായി നടന്ന ഈ അതിവേഗ ഫയൽ നീക്കത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ പുതിയ UDF സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ മാസം അവസാനം വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം 903 ആയി ഉയർന്നു. സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ട് മദ്യശാലകളെ പ്രോത്സാഹിപ്പിച്ചു എന്ന ആരോപണത്തിനൊപ്പം ബാറുകളുടെ പ്രവൃത്തി സമയം രാത്രി 11 നിന്ന് 12 മണി വരെ നീട്ടിയ ഫെബ്രുവരിയിലെ തീരുമാനവും പുനഃപരിശോധിച്ചേക്കും.